പാലക്കാട് വീണ്ടും സർക്കാർ പരിപാടിയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനം ചെയ്തതാണ്. CPM ഭരിക്കുന്ന കണ്ണാടി ഗ്രാമപഞ്ചായത്തിലെ തരുവക്കുറിശി വാർഡിലെ പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഉദ്ഘാടനം ചെയ്തത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ പൊതുപരിപാടിയിൽ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്ന് DYFI തന്നെ നേരത്തെ പറഞ്ഞിരുന്നു. ആ സമയത്താണ് CPM ഭരിക്കുന്ന ഒരു പഞ്ചായത്തിൽ തന്നെ രാഹുൽ ഒരു സർക്കാർ പരിപാടിയുടെ ഭാഗമാകുന്നത് എന്നുള്ളത് കൂടിയാണ്. സാജിദ് അജ്മൽ വിശദാംശങ്ങൾ നൽകും. സാജിദ്, ഇതിപ്പോ DYFIക്കാർ അറിഞ്ഞില്ല ഇങ്ങനെ ഒരു പരിപാടി, അതോ അറിഞ്ഞിട്ടും മൈൻഡ് ചെയ്യാതിരിക്കുകയാണോ? എന്താണ് അവിടെ സംഭവിക്കുന്നത്? സൈഫുദ്ദീൻ ജൽസി, ഗുഡ് മോർണിംഗ്. DYFIക്കാർ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചാൽ അത് പരസ്യമായി ഇങ്ങനെ ഒരു രാഹുൽ മാങ്കൂട്ടത്തിൽ ഉദ്ഘാടനത്തിന് വരുന്നു എന്ന ബോർഡോ നോട്ടീസോ മറ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് കണ്ണാടി എന്ന് പറയുന്നത് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിലെ CPMന് ഒരു സ്വാധീനമുള്ള പഞ്ചായത്ത് കൂടിയാണ്. അവിടെ ഈ UDF ഈ ജനപ്രതിനിധിയായ മെമ്പറായ ഈ സ്ഥലത്തെ അംഗൻവാടിയിലാണ് ഈ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. അവിടെ അംഗൻവാടി വർക്കറും ആശാ വർക്കറും ഉൾപ്പെടെയുള്ള ആളുകൾ ഈ പരിപാടിയിൽ പങ്കെടുക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഒരു നോട്ടീസ് അടിച്ച് ബോർഡ് വിതരണം ചെയ്ത് പരസ്യമായ ഒരു പരിപാടി നടത്തി കഴിഞ്ഞാൽ തടയുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അത് ഇതിനു മുൻപ് ഇപ്പോൾ 3 പരിപാടിയിലാണ് പങ്കെടുത്തത്. ആദ്യം ഈ ബംഗളൂരുവിലേക്കുള്ള KSRTCയുടെ ഈ KSRTCക്ക് ഫ്ലാഗ് ഓഫ് ചെയ്തു. ഇത് കൂടാതെ ഈ 36 പാലക്കാട് നഗരസഭയിലെ 36ാം വാർഡിൻ്റെ കുടുംബശ്രീയുടെ പരിപാടിയുടെ ഉദ്ഘാടനം ചെയ്തു. 3ാമത്തെ പരിപാടിയാണ് അംഗൻവാടി പരിപാടി. ഈ 4ാമത്തെ പരിപാടി അത് മുൻകൂട്ടി പ്രഖ്യാപിച്ച് ഇന്ന് മുസ്ലിം ലീഗ് അവിടെ കഴിഞ്ഞ ദിവസം വലിയ ഫ്ലെക്സൊക്കെ ഉയർത്തിയിരുന്നു. പൂഴിത്തോട്, അത് പ്രായരി പഞ്ചായത്തിലെ പൂഴിത്തോട് റോഡിൻ്റെ ഉദ്ഘാടനമാണ്. അത് മുസ്ലിം ലീഗ് ജനപ്രതിനിധി ഉള്ള സ്ഥലമാണ്. മുസ്ലിം ലീഗ് അതിന് അഭിവാദ്യം അർപ്പിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ഫ്ലെക്സ് ഉയർന്നിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം 5 മണിക്കാണ് പരിപാടി. അവിടെ സമരം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. BJPയും DYFIയും ഈ പരിപാടിയിൽ രാഹുലിനെ പങ്കെടുക്കാൻ അനുവദിക്കില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും രാഹുൽ പങ്കെടുക്കുമെന്ന് തന്നെയാണ് അറിയിക്കുന്നത്. ഒരു പക്ഷേ ഇന്നത്തെ ദിവസം ആ പ്രതിഷേധം എങ്ങനെ ഇരിക്കുമെന്നതനുസരിച്ചായിരിക്കും വരും ദിവസങ്ങളിൽ സർക്കാർ പരിപാടിയിൽ പൊതുപരിപാടികളിൽ രാഹുൽ കൂടുതൽ സജീവമാകാൻ ഉള്ള സാധ്യത. ശരി, സാജിദ് അജ്മലാണ് വിവരങ്ങൾ നൽകിയത്.